സ്കൂൾ സമയങ്ങളിൽ പാവർട്ടി ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമായി. ജൂൺ 1 മുതൽ പാവർട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഗതാഗത സംവിധാനം ഏർപ്പെടുത്തിയാണ് പരിഹാരമായത്. പഞ്ചായത്ത് കെട്ടിടത്തിന് മുമ്പിലുള്ള റോഡ് ഉപയോഗപ്പെടുത്തി വൺ വേ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ഇടത്തോട്ട് തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിച്ച് കിഴക്കേ റോഡിലൂടെ തിരിഞ്ഞ് തൃശൂരിലേക്ക് പോകണം. തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നേരെ പോകാം. ചിറ്റാറ്റുകര ഭാഗത്തേക്ക് തിരിയേണ്ടവർ ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ പ്രവേശിച്ച് കിഴക്കേ റോഡിലൂടെ വേണം പോകാൻ. കുണ്ടുവക്കടവ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഇടത്തോട്ട് മാത്രം തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിച്ച് വേണം തൃശൂരിലേക്ക് പോകാൻ. ചിറ്റാറ്റുകര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാതെ സെന്ററിലൂടെ വേണം തൃശൂരിലേക്കും ഗുരുവായൂരിലേക്കും തിരിഞ്ഞു പോകാൻ. കുണ്ടുവക്കടവ് ഭാഗത്തു നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ അമ്പാടി ബിൽഡിംഗിന് സമീപം ആളുകളെ ഇറക്കേണ്ടതാണ്. സെന്ററിന് സമീപം യു ടേൺ അനുവദിക്കുന്നതല്ല. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാക്സ്വെൽ ഷോപ്പിന് മുന്നിൽ നിർത്തുന്നത് ഒഴിവാക്കണമെന്നും പകരം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം ആളുകളെ ഇറക്കണമെന്നും തീരുമാനിച്ചു. തുടക്കത്തിൽ രാവിലെ 8:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3:30 മുതൽ 5:30 വരെയുമാണ് വൺ വേ സംവിധാനം നടപ്പിലാക്കുക. പാവർട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ TC അനുരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. പൊതുജന നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഈ സംവിധാനത്തിന് എല്ലാവരും പരമാവധി സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വൺ വേ സൈൻ ബോർഡുകൾ സ്പോൺസർ ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും പ്രസിഡന്റ് VG സെബാസ്റ്റ്യനെയും യോഗത്തിൽ ആദരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഗതാഗത പരിഷ്കരണം ട്രയൽ നടത്തുമെന്ന് പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അറിയിച്ചു.